ഇന്ന് നമുക്കൊരു 4-5 ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ തരത്തിലുള്ള കുറച്ച് വലിയൊരു പിസ്സ റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിനാണ് എടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള കുറച്ച് വലിയ തരികളായിട്ടുള്ള ഈസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം മൈദമാവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഉപയോഗിക്കാം, 1.5 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ചപ്പാത്തി മാവിനേക്കാളും അല്പം ഒന്ന് ലൂസായിട്ട് വേണം കുഴക്കാൻ. 3/4 കപ്പും പിന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അതായത് 15 ടേബിൾ സ്പൂൺ വെള്ളം. കൗണ്ടർ ടോപ്പിൽ ഒരല്പം മൈദമാവ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലും അല്പം മൈദപ്പൊടി ആക്കി കൊടുത്താൽ മതി. 1-2 മിനിറ്റ് ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുത്താൽ മതി. ഇനി പാത്രത്തിൽ മാവിലും അല്പം ഓയിൽ പുരട്ടി വെക്കാം. പാത്രത്തിൻ്റെ മുകളിൽ നനഞ്ഞൊരു തുണി കൊണ്ട് മൂടി അടച്ചു വെക്കാം. ഈ മാവ് ഇതിൻ്റെ ഇരട്ടിയിലധികം വലിപ്പത്തിൽ വരും. അതുവരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 2 മണിക്കൂറിനുള്ളിൽ പൊങ്ങി വരും. വലിയ തരികളായിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 3-4 മണിക്കൂർ വേണ്ടി വരും പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. നമുക്ക് പിസക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കനിൽ ഞാനൊരല്പം ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം എല്ലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇനി ഇത് പാനിൽ ഒരല്പം ഓയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്യാം. ഏകദേശം 1 കപ്പിനടുത്ത് ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാവ് മാറ്റി വെച്ചിട്ടിപ്പോൾ 2 മണിക്കൂറായി. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. പിസക്കുള്ള ട്രേയിൽ നമുക്കൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കാം. ഇതിൽ കുറച്ച് നെയ്യോ ബട്ടറോ പുരട്ടി കൊടുക്കാം. ഈ മാവിന് ട്രേയുടെ അതേ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ വേണം പരത്താൻ. സൈഡ് കനം കുറച്ചൊന്ന് സൈഡിലേക്കൊന്ന് കയറ്റി വെക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഒന്നിച്ച് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി മുകളിൽ പിസ്സ സോസ് തേച്ച് കൊടുക്കാം. ഈ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ക്യാരറ്റ് കനം കുറഞ്ഞരിഞ്ഞത് വെച്ച് കൊടുക്കാം. അതുപോലെ കുറച്ച് ക്യാപ്സിക്കം. വെജിറ്റബിളൊക്കെ നമുക്കിഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. കുറച്ച് സവാള കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ വെജിറ്റബിൾ മാത്രം വെച്ചാൽ മതി. ഇനി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ആകെ 150 ഗ്രാം ചീസാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. മുകളിൽ വേണമെങ്കിൽ ഒരു തക്കാളി കട്ട് ചെയ്ത് ഇതുപോലെ വെക്കാം. ഇനി മുകളിൽ കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്തതും കുറച്ച് ഒറിഗാനോയും വിതറി കൊടുക്കാം. ഇനി ഈ സൈഡ് ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. സൈഡിലൂടെ ഒരല്പം ബട്ടറോ നെയ്യോ പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും ഓവൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് സമയത്തിൽ മാറ്റം വരും. അത് ശ്രദ്ധിച്ച് വേണം വെക്കാൻ. നമ്മുടെ പിസ്സ റെഡിയായി.
അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള പിസ്സ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.